അപ്പോൾ ഇനിയുള്ള നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ലീനിയർ ഇക്വേഷൻസ്, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം നമ്മൾ പഠിക്കുന്നത് നോൺ ഹോമോജനസ് ലീനിയർ സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് എന്നത്തെയും പോലെ നമുക്ക് ആദ്യം ആ പേരിൽ നിന്ന് തുടങ്ങാം, ഈ ഹോമോജനസ് എന്താണെന്നുള്ളത്. അപ്പോൾ ഹോമോജനസ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളിവിടെ ലീനിയർ ഇക്വേഷൻസ് ആണല്ലോ നോക്കുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഇക്വേഷൻസ് എല്ലാം ലൈനിൻ്റെ ഫോർമാറ്റിലായിരിക്കും. അപ്പോൾ ലൈനിൻ്റെ ഫോർമാറ്റിലാകുമ്പോൾ ലെറ്റ്സ് സേ നമുക്ക് 3x + 4y = 0 എന്ന് പറയുന്ന ഒരു സിമ്പിൾ ലൈനിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഈ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയും കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നെന്ന് പറഞ്ഞാൽ y = mx + c എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ് ഇത് കിടക്കുന്നത്. സോ അതേപോലെ തന്നെ ഇതിൻ്റെ വേരിയബിൾസ് ഉണ്ടോ, ഇതിൻ്റെ എല്ലാം പവർ എന്ന് പറയുന്നത് 1 ആണ്. ഇപ്പോൾ ഫസ്റ്റ് ഓർഡറാണ്, ഇപ്പോൾ ലീനിയറാണ്. സോ നമ്മൾ ഈ ഹോമോജനസ് ആണെന്ന് എങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന, അതായത് ഈ രണ്ട് വേരിയബിൾസിൻ്റെ എല്ലാം സമ്മ് ചെന്ന് അവസാനിക്കുന്നത് ഒരു 0 എന്ന് പറഞ്ഞ കേസിലാണ്. അപ്പോൾ അതായത് കോൺസ്റ്റൻറ്റ് വേരിയബിൾ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇത് എന്താണ് കാണിക്കണമെന്ന് പറഞ്ഞാൽ ഒരു റിയൽ വേൾഡ് സിറ്റുവേഷനിൽ ഇക്വിലിബ്രിയത്തിലുള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ ബേസിക്കലി ഹോമോജനസ് ഇക്വേഷൻസ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫിസിക്സിൽ F = ma എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ പഠിച്ചില്ലേ, ന്യൂട്ടൺ സെക്കൻഡ് ലോ. അപ്പോൾ ലെറ്റ്സ് സേ നമുക്ക് ഇതൊരു ഒബ്ജക്റ്റാണ്, ഇതിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ ഫോഴ്സ് എന്ന് പറയുന്നത്, ഫോഴ്സ് വെക്റ്റർ എന്ന് പറയുന്നത് മാസിൻ്റെയും ആക്സലറേഷൻ്റെയും പ്രോഡക്റ്റാണ്. അതായത് നമ്മൾ ഈ ഫോഴ്സ് ഈ ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് മൂവ് ചെയ്യുമ്പോൾ അതിനൊരു ആക്സലറേഷൻ ഉണ്ടാവില്ല. ആ ആക്സലറേഷൻ്റെയും ആ ബോഡിയുടെയും മാസിൻ്റെ പ്രോഡക്റ്റിനെയാണ് എന്താണ് നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്നത്. ലെറ്റ്സ് സേ നമ്മൾ ഇതിൽ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല, അതായത് F = എന്താണ്, ഇത് ഈ ആക്സലറേഷൻ 0 ആവുമല്ലോ, ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യുന്ന ആക്സലറേഷൻ 0, അപ്പോൾ F = 0. ഇതൊരു ഹോമോജനസ് ഇക്വേഷനാണ്. ഓക്കെ, അതേപോലെ കെമിസ്ട്രിയിൽ നമ്മൾ മാസ് ആക്ഷൻ ലോ, അതായത് നമുക്ക് അപ്പോൾ ഹൈഡ്രജൻ ഓക്സിജൻ കൂടെ റിയാക്ട് ചെയ്ത് വാട്ടർ ഉണ്ടാകും. അപ്പം ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും കൺസപ്ഷനും വാട്ടറിൻ്റെ പ്രൊഡക്ഷനും സെയിം ആവുന്ന ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ, അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹോമോജനസ് ഇക്വേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. അതായത് ഇക്വിലിബ്രിയ സ്റ്റേറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹോമോജനസ് ഇക്വേഷനായിട്ട് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഈ നോൺ ഹോമോജനസ് ഇപ്പോൾ എങ്ങനെയാണ്. അപ്പോൾ നോൺ ഹോമോജനസ് എന്ന് പറയുന്നത് ഇതിപ്പോൾ വേറെ എന്തെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ, 0 അല്ലാത്ത എന്തെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണെങ്കിൽ, 0 അല്ലാത്ത C0 അല്ലാത്ത എന്തെങ്കിലും ഒരു വാല്യൂ അവിടെ ഉണ്ടെങ്കിൽ എന്താണ് അത് നോൺ ഹോമോജനസ് സിസ്റ്റം ഓഫ് ലീനിയർ നോൺ ഹോമോജനസ് സിസ്റ്റമാണ്, നോൺ ഹോമോജനസ് ലീനിയർ ഇക്വേഷൻ ആണ് അത്. സോ അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ഇനി നമുക്ക് രണ്ട് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന്, രണ്ട് ലീനിയർ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ബേസിക്കലി അത് അവർ മീറ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ്, അതായത് മീറ്റ് ചെയ്യുന്ന ഒരു XY കോർഡിനേറ്റ് ആണ്. സോ നമുക്കിപ്പോൾ 2x + 4y = 7 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതേപോലെ 2x + 3y = 6 എന്ന് പറയുന്നത് വേറൊരു ഇക്വേഷനാണ്. ഇത് രണ്ട് ലീനിയർ ഇക്വേഷൻസ് ആണ്. ഓക്കെ, നോൺ ഹോമോജനസ് ആണ്, കാരണം C എന്ന് പറഞ്ഞ വാല്യൂ 0 അല്ല, കോൺസ്റ്റൻറ്റ് വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ് മീൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് അത് അവർ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ആ പോയിന്റിൽ അവർ രണ്ട് എക്സിൻ്റെ വൈൻ്റെ വാല്യൂ സെയിം ആയിരിക്കും അവർക്ക് രണ്ടുപേർക്ക്. അതുകൊണ്ടാണല്ലോ അവർ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതായത് 2x, അതായത് നമ്മൾ ഇക്വേഷൻ 1 = 2 ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 സെക്കൻഡ് ഇക്വേഷൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം അല്ലേ. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒരു വേരിയബിൾ ക്യാൻസൽ ആയിപ്പോയി. അപ്പം മറ്റേ വേരിയബിൾ എന്ന് പറഞ്ഞാൽ y = 1 എന്ന് പറഞ്ഞാൽ ഈ y = 1 എടുത്ത് നമുക്ക് 1-ലോ 2-ലോ സെക്കൻഡ് ഇക്വേഷനിലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ നമുക്കൊരു XY കോർഡിനേറ്റ് കിട്ടും വേർ ദീസ് 2 ലൈൻസ് മീറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ രണ്ട് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ഇത് നമ്മൾ മാനുവലി ചെയ്തെടുക്കുന്നതാണ്, നമ്മളെ ഹ്യൂമൻ്റെ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇത് രണ്ട് ഇക്വേഷൻ തന്നെ നമ്മൾ ഇത്രയും ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളിതൊരു കമ്പ്യൂട്ടേഷണൽ ഡിവൈസിന്, നമ്മളൊരു ഇൻ്റലിജൻറ്റ് ഡിവൈസിന് നമ്മൾ ഈ ഒരു മെത്തേഡ് എങ്ങനെ പറഞ്ഞു കൊടുക്കും, നമ്മളെങ്ങനെ ഈ 1 = 2 എടുത്ത് ഈക്വൽ ആക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രോഗ്രാം എഴുതുന്നത് ഭയങ്കര പാടുള്ളതാണ്. അപ്പം നമ്മൾ നേരത്തെ കണ്ടു മേട്രിക്സിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ കണ്ടതാണ്. ഇത് കമ്പ്യൂട്ടറിനൊക്കെ നമ്മളങ്ങനെ പ്രോഗ്രാം ചെയ്യിപ്പിക്കും. ഇങ്ങനെ കമ്പ്യൂട്ടറിന് എപ്പോഴും റോസും കോളംസും ഉള്ള ഡേറ്റയിലെ ടാബുലർ ഫോർമാറ്റിലുള്ള ഡേറ്റ മാത്രമേ കമ്പ്യൂട്ടറിന് ഒരു CPU മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യണം, മേട്രിക്സ് ഉപയോഗിക്കണം. അപ്പം
നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ മീറ്റേഴ്സിലോട്ട് മാറ്റും. അതായത് ഓരോ ഇക്വേഷൻസും ഓരോ റോ ആയിട്ട് വരണം. അപ്പം ഫസ്റ്റ് നമ്മൾ കോഎഫിഷ്യൻസ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 2 ഫസ്റ്റ് ഇക്വേഷൻ്റെ 2, 4. സെക്കൻഡ് ഇക്വേഷൻ്റെ 2, 3. ഓക്കെ, ഒരു 2x2 മാട്രിക്സ് കിട്ടി. ഇനി അടുത്തത് നമ്മൾ ആരുമായിട്ടാണ് ഇവരെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? വേരിയബിൾസുമായിട്ടാണ്. അപ്പം എക്സും വൈയും. അപ്പോൾ എക്സും വൈയും ഒരു കോളം മാട്രിക്സ് ആയിട്ട് എഴുതും. ഓക്കെ, അപ്പോൾ ഈക്വൽ ടു എന്താണ്? 7ഉം 6. ഓക്കെ, ഇങ്ങനെയല്ലേ നമ്മൾ ഈ ഒരു 2 ഇക്വേഷൻ നമ്മൾ മാട്രിക്സ് ആക്കി മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഈ മാട്രിക്സ് ചെയ്യുന്നത് 2x2 മാട്രിക്സും 2x1 മാട്രിക്സ് ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 2x1 മാട്രിക്സ് ആണ്. കണ്ടോ, ഇത് 2x1 മാട്രിക്സ് ആണ് അത് കിട്ടുന്നത്. സോ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾ തിരിച്ച് ഈ ഇക്വേഷനിലേക്ക് തന്നെ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ മാട്രിക്സിലേക്ക് മാറ്റി. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ XY എന്ന് പറയുന്ന സൊല്യൂഷൻ ആണല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെ നമുക്ക് എങ്ങനെയൊക്കെ ഈ സൊല്യൂഷൻസ് കിട്ടാം? ചിലപ്പോൾ ഇതിപ്പോൾ രണ്ട് ലൈൻസ് ആണല്ലോ. ഇതിപ്പോൾ ഫസ്റ്റ് ലൈനാണെന്ന് വെച്ചോ, 2x + 4y = 7 ഒരു ഈ ലൈനാണെന്ന് വെച്ചാൽ. അപ്പം ഇതെന്ന് പറയുന്നത് സെക്കൻഡ് ഇക്വേഷൻ ആണെന്ന് വെച്ചോ, സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇവർ ഈ മീറ്റ് ചെയ്യുന്ന ഈ പോയിൻ്റാണ് എന്താണ്? XY അല്ലേ? അപ്പോൾ ഈ XY എന്ന് പറഞ്ഞ ഈ പോയിന്റിലാണ് ഇവർ തമ്മിൽ മീറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എക്സും വൈയും എന്ന് പറയുന്ന ഒരു യുണീക്ക് പോയിന്റ് ഉണ്ട്. അവിടെ വെച്ചാണ് അവർ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലെറ്റ്സ് നമുക്ക് ഇങ്ങനത്തെ 2 ലൈൻ വരും. ഓക്കെ, ഈ 2 ലൈൻസ് പാരലാണ്. പാരലാവുമ്പോൾ തന്നെ ഇവർ ഒരിടത്ത് മീറ്റ് ചെയ്തില്ല. അപ്പോൾ എന്താണ്? ഇവർക്ക് നോ സൊല്യൂഷനേ ഇല്ല. ഓക്കെ, അതേപോലെ നമുക്കൊരു ലൈൻ എന്ന് പറയുന്ന ഒരു ലൈനുണ്ട്. ഓക്കെ, അതേപോലെ ഇതിൻ്റെ പുറത്തൂടെ നമ്മൾ വേറെ ലൈനും കൂടെ വരച്ച്. ഓക്കെ, അപ്പോൾ 2 ലൈൻസ് ഉണ്ട്. 2 ലൈൻസ് ഓവർലാപ്പ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എന്താണ്? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ട്. കാരണം എല്ലായിടത്തും അവർ മീറ്റ് ചെയ്യാനുണ്ടല്ലേ. അതുകൊണ്ട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോ സൊല്യൂഷൻ ഉണ്ടോ, യുണീക്ക് സൊല്യൂഷൻ ഉണ്ടോ, അതോ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ഉണ്ടോ എന്ന് നമ്മൾ ചെയ്ത് തന്നെ അറിയേണ്ടി വരും. പക്ഷേ മാട്രിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മാട്രിക്സ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഈ മാട്രിക്സിന് ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന്, ലീനിയർ ഇക്വേഷൻസിന് യുണീക്ക് സൊല്യൂഷൻ ആണോ, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ, അത് നോ സൊല്യൂഷൻ ആണോ അത് നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഫർദർ കാൽക്കുലേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ നേരത്തെ ഇക്വേഷനിൽ മാട്രിക്സ് ഫോർമാറ്റാണ് ഈ കാണിക്കുന്നത്. നമ്മൾ ഈ കോഎഫിഷ്യന്റ് മാട്രിക്സിനെ നമ്മൾ എ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അതേപോലെ നമ്മുടെ വേരിയബിൾ മാട്രിക്സിനെ എന്താണ്? നമ്മൾ വെക്ടർ മാട്രിക്സിനെ നമ്മൾ സ്മാൾ x ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ കോൺസ്റ്റൻറ്റ് മാട്രിക്സിനെ നമ്മൾ ബി എന്നും എഴുതുക. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റത്തിന് നമ്മൾ ഇങ്ങനെ എഴുതാം, A × x = B എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ എ എന്ന് പറഞ്ഞ മാട്രിക്സ് m/n ഡയമെൻഷനുള്ളതായിരിക്കും. എക്സ് എന്ന് പറയുന്നത് n/1, അത് നമ്പർ ഓഫ് വേരിയബിൾസ് കോളം മാട്രിക്സ് ആയിരിക്കും. അതേപോലെ ബിയും കോളം മാട്രിക്സ് ആയിരിക്കും. ഇവർ രണ്ടുപേരെയും പ്രോഡക്റ്റിൻ്റെ റിസൾട്ട് ആയിരിക്കും അതിൻ്റെ ആൾ, അതായത് m/1. m/n n/1 ഇത് 2 മാച്ചാണ്. ഇപ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് m/1 അതാണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഇതിപ്പോൾ നോൺ ഹോമോജനസ് ലീനിയർ സിസ്റ്റമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാട്രിക്സ് ഫോർമാറ്റിലേക്ക് ആ സിസ്റ്റത്തിനെ മാറ്റി. അങ്ങനെയാണെങ്കിൽ അത് എന്ത് ടൈപ്പ് സൊല്യൂഷൻ ആണെന്ന് നമുക്ക് മാട്രിക്സ് വെച്ച് പെട്ടെന്ന് നേരത്തെ തന്നെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ Ax = B. അപ്പോൾ Ax = B ചെയ്യുമ്പോൾ എയുടെ റാങ്കും റാങ്ക് ഓഫ് A augmented to B എന്ന് പറഞ്ഞാൽ A augmented B എന്ന് പറഞ്ഞാൽ ഒരു ഓഗ്മെൻറ്റഡ് മാട്രിക്സ് ആണ്. അതായത് A മാട്രിക്സ് എടുത്തിട്ട് അതിൽ ബിയും കൂടെ ചേർത്ത് വയ്ക്കുക. അതായത് അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമ്പിളിൽ എങ്ങനെ വരും? A augmented to B എന്ന് പറയുന്ന മാട്രിക്സ് എങ്ങനെ വരും? 2, 4, 3, 7, 6 ആ ഒരു കോളം കൂടെ എക്സ്ട്രാ വരും. ഇങ്ങനത്തെ ഒരു മാട്രിക്സ് ആണ്. അതായത് ഈ ബിയും കൂടെ എടുത്ത് എയിൽ ഒരു കോളമായിട്ട് ആഡ് ചെയ്യുന്നു. അതാണ് A augment B എന്ന് പറഞ്ഞ മാട്രിക്സ്. അപ്പോൾ റാങ്ക് ഓഫ് A എന്ന് പറഞ്ഞതും റാങ്ക് ഓഫ് A augment B എന്ന് പറഞ്ഞ മാട്രിക്സും അവരുടെ രണ്ടുപേരുടെ റാങ്ക് സെയിം അല്ലെങ്കിൽ അവർക്ക് സൊല്യൂഷനേ ഇല്ല. അതായത് പാരലൽ ലൈൻസ് പോലെയാണ്, സൊല്യൂഷൻ ഇല്ല. അതായത് റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് A augmented B എന്ന് പറഞ്ഞ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് A augment Bയും സെയിം അല്ലെങ്കിൽ അവർക്ക് നോ സൊല്യൂഷൻ. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് കാൽക്കുലേഷൻ നടത്താം. നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആൻസർ കിട്ടും.
സോ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഓഗ്മെൻറ്റ് ബി എന്ന് പറയുന്നത് ഒരു വാല്യൂ ഉണ്ട്, ഒരു സെയിം ആണ്, അവർ തമ്മിൽ അവർ ഈക്വലും ആണ്. ഒരു പർട്ടിക്കുലർ വാല്യൂ ലെറ്റ്സ് നമുക്ക് എന്ന് പറഞ്ഞെടുക്കാം. എന്ന് പറഞ്ഞ വാല്യൂ ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ രണ്ട് കേസ് ഉണ്ട്. അതായത് അങ്ങനെ നമുക്കൊരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ സിസ്റ്റം നമ്മൾ എന്തുകൊണ്ട് സോൾവ് ചെയ്യുന്ന ഇക്വേഷൻസ്, ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് കൺസിസ്റ്റൻ്റ് ആണ്, അവർക്ക് സൊല്യൂഷൻ ഉണ്ട്. പക്ഷേ എന്ത് ടൈപ്പ് സൊല്യൂഷൻ ആണെന്ന് നമ്മൾ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യേണ്ടിയിരിക്കും, മെഷർ ചെയ്യേണ്ടിയിരിക്കും. അതായത് ഈ കിട്ടുന്ന റാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലർ വാല്യൂ ആണല്ലോ. അപ്പോൾ റാങ്ക് എന്ന് പറയുന്ന ഈ 6 നമ്പർ ഓഫ് അൺനോൺസ്, ഇതാണല്ലോ നമ്മൾ അൺനോൺസ് എക്സും വൈയും, നമ്പർ ഓഫ് അൺനോൺസുമായിട്ട് സെയിം ആണ്. അതായത് നമുക്ക് ഇവിടെ നമ്പർ ഓഫ് അൺനോൺസ് എത്രയാണ്? 2 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന റാങ്കും, അത് റാങ്ക് ഓഫ് എ ഓഗ്മെൻറ്റ് ബി എന്ന് പറയുന്നത്, റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 2 ആണെന്ന് വെച്ചോ. അപ്പോൾ 2 ആണ്. അപ്പോൾ അത് നമ്പർ ഓഫ് അൺനോൺസ്, ഈ നമ്പർ ഓഫ് അൺനോൺസ്, അതായത് ഇവിടെ 2 ആണല്ലോ. അപ്പോൾ റാങ്കും 2, നമ്പർ ഓഫ് അൺനോൺസും 2 ആണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് യുണീക്ക് സൊല്യൂഷൻ ഉണ്ട്. അതായത് അവർക്ക് തമ്മിൽ അവർ മീറ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ട്, ഒരു സൊല്യൂഷൻ പോയിൻ്റ് ഉണ്ട്. അവർ മീറ്റ് ചെയ്യുന്ന ഒരൊറ്റ പോയിന്റിലുണ്ട്. അവിടെ അതാണ് നമ്മുടെ സൊല്യൂഷൻ. ഓക്കെ. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഈ കിട്ടുന്ന റാങ്ക് നമ്പർ ഓഫ് അൺനോൺസിനേക്കാളും ചെറുതാണ്. അപ്പോൾ കിട്ടുന്ന റാങ്ക് 1 ആണെന്ന് വെച്ചോ. ഇവർ ഈക്വലാണ്, പക്ഷേ ആ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺനോൺസിനേക്കാളും ചെറുതാണ്. അപ്പോൾ അങ്ങനെ കേസാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് സൊല്യൂഷൻ. ആ കേസാണ് ഇൻഫിനിറ്റ്. അതായത് ലൈൻസ് ഓവർലാപ്പ് ചെയ്താണ്ടിരിക്കുക. അപ്പോൾ ഒരുപാട് സൊല്യൂഷൻ പോയിൻറ്റ്സ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇനിയുള്ളത് ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് നമുക്ക് ഇപ്പോൾ നേരത്തെ നമ്മൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ. അതായത് റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഓഗ്മെൻറ്റ് ബിയും സെയിം ആണ്, സെയിം ആണ്. അതൊരു 6 എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ്. ആ 6 എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺനോൺസിനേക്കാളും ചെറുതാണെങ്കിൽ ആ ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ സ്പേസിൽ എത്ര ഡയമെൻഷൻ ഉണ്ട്, അത് എത്ര ഡയമെൻഷൻ്റെ ആവശ്യമേ ഉള്ളൂ, അതാണ് ഈ ഒരു പ്രോപ്പർട്ടി കാണിക്കുന്നത്. അതായത് എ ഈക്വൽ ടു ബി ആസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് ഫ്രീ വേരിയബിൾസ് എന്ന് പറയുന്നത് അത് ആ ഫ്രീ വേരിയബിൾസ് ആയിരിക്കും എന്താണ് ആ സൊല്യൂഷൻ സ്പേസിൻ്റെ ഡയമെൻഷൻസ് എന്ന് പറയും. അതായത് നമുക്ക് നേരത്തെ ഇപ്പം റാങ്ക് 2 ആണെന്ന് കിട്ടി, റാങ്ക് 1 ആണെന്ന് കിട്ടി. നമ്പർ ഓഫ് അൺനോൺസ് എത്രയായിരുന്നു? 2 ആയിരുന്നു, എക്സും വൈ ആയിരുന്നു. അപ്പം n - r എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 - 1, അതായത് 1 ആയിരിക്കും. അപ്പോൾ അത് സൊല്യൂഷൻ സ്പേസിൽ നമുക്ക് ഒരൊറ്റ ഡയമെൻഷൻ്റെ ആവശ്യമേ ഉള്ളൂ. ഫ്രീ വേരിയബിൾസ് ആയിട്ട് നമുക്ക് ആ ഒരൊറ്റ വേരിയബിൾ വെച്ച് നമുക്ക് സൊല്യൂഷൻ സ്പേസിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആ ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത്. സോ ഇതൊന്ന് അറിഞ്ഞിരിക്കുക. സോ ഇതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ നമുക്ക് 3 ലീനിയർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമുക്കിത് എങ്ങനത്തെ ടൈപ്പ് സിസ്റ്റം ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെന്ത് ചെയ്യാം? മാട്രിക്സിഫൈ ചെയ്യാം, മാട്രിക്സ് ഫോർമാറ്റിലേക്ക് മാറ്റാം. സോ നമുക്കിങ്ങനെ ചെയ്യാം. ഓരോ റോയും ഓരോ ഇക്വേഷൻസ് ആയിട്ട് എഴുതാം. അതായത് 1 1 2 3 2 3 4. ഓക്കെ. ഇതാണ് നമ്മുടെ എ എന്ന് പറഞ്ഞ മാട്രിക്സ്. അടുത്ത നമ്മൾ എക്സ് എന്ന് പറഞ്ഞ മാട്രിക്സ് ആണല്ലോ. എക്സ്, ഇതാണ് നമ്മുടെ എക്സ്. അടുത്ത നമ്മൾ ബി എന്ന് പറഞ്ഞ മാട്രിക്സ് ആണ്, കോൺസ്റ്റൻസ് ആണ്, 4 2 8. ഓക്കെ. നമ്മളിപ്പോൾ എന്താ എ എക്സ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ ഫോർമാറ്റിലാക്കി. അപ്പോൾ നമ്മൾ ഇനി എന്താണ് നമുക്ക് ഇതിന് യുണീക്ക് സൊല്യൂഷൻ ആണോ, ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആണോ, അതായത് നോ സൊല്യൂഷൻ ആണോ? നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇൻകൺസിസ്റ്റൻറ്റ് സിസ്റ്റമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ ഓഗ്മെൻറ്റഡ് മാട്രിക്സ് കൂടെ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഈ ഓഗ്മെൻറ്റഡ് മാട്രിക്സ് എന്ന് പറഞ്ഞാൽ എ ബി, ഇതാണ് നമ്മുടെ ഓഗ്മെൻറ്റഡ് മാട്രിക്സ്. അപ്പോൾ അതെങ്ങനെ നമ്മൾ എഴുതും? 1 1 1 1 2 3 2 3 4. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ബിയും കൂടെ ചേർക്കുക. 4 2 8. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓഗ്മെൻറ്റഡ് മാട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിക്കുക. നമ്മൾ എന്ത് ചെയ്യും? ഒന്നല്ലെങ്കിൽ നമ്മൾ മറ്റേ മൈനർ മാട്രിക്സിൻ്റെ ഫോർമാറ്റ് ഫോളോ ചെയ്യും. ഈ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല, സ്ക്വയർ മാട്രിക്സ് അല്ലേ. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എച്ച്ലോൺ ഫോർമാറ്റ് തന്നെ ചെയ്യേണ്ടത്. എച്ച്ലോൺ ഫോർമാറ്റാണ് നമ്മുടെ റാങ്ക് കണ്ടുപിടിക്കാനുള്ള മെയിൻ സാധനം. ഓക്കെ. അപ്പോൾ നമ്മൾ
ആദ്യമേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് മാട്രിക്സ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. നമുക്ക് മാട്രിക്സിൽ ഡയറക്റ്റ് ആയിട്ട് റിഡക്ഷൻ, അതായത് പ്രൊപ്പോർഷണൽ റോസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആക്കി എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും കാണുന്നില്ല. നമുക്ക് ഡയറക്റ്റ്ലി റോ റിഡക്ഷൻ തന്നെ നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ എച്ച്ലോൺ ഫോർമാറ്റിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്? 0 റോസ് എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും അവസാനം കൊണ്ടുവരിക. അല്ലെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലീഡിങ് നോൺ സീറോ വാല്യൂസ് അനുസരിച്ച് റോസ് അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ എച്ച്ലോൺ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് എലിമിനേഷൻ മെത്തേഡ് വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫോർവേഡ് എലിമിനേഷൻ വഴി ചെയ്യുമ്പോൾ ആദ്യം ഈ റോ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ R2 ചേഞ്ചസ് ടു R2 മൈനസ് R1, അതേപോലെ R3 ചേഞ്ചസ് ടു R3 മൈനസ് 2R1. അപ്പോൾ ഈ മാട്രിക്സ് എങ്ങനെ വരും? 1 1 1 4 0 1 2 2 0 1 2 0. അപ്പോൾ ഈ രണ്ട് റോ ഓപ്പറേഷൻ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മാട്രിക്സ് കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു റോ നോക്കാം. ഈ ഒരു റോ ആയി കഴിഞ്ഞാൽ R3 ചേഞ്ചസ് ടു R3 മൈനസ് R2. കാരണം ഇതിൻ്റെ ലീഡിങ് നോൺ സീറോ എന്ന് പറയുന്നത് ഇവനുമായിട്ട് കോമ്പറ്റീഷനിലാണ്. അപ്പോൾ നമ്മൾ ഇവനെ എലിമിനേറ്റ് ചെയ്യണം. ഓക്കെ, അതാണല്ലോ എച്ച്ലോൺ ഫോർമാറ്റിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 1 1 1 4. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പും കൂടെ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മാട്രിക്സ് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും, അതായത് ഈ ഡാഷ്ഡ് ലൈൻസിന് ഇപ്പുറത്തുള്ളതെല്ലാം എ എന്ന് പറഞ്ഞ മാട്രിക്സ് ആണല്ലോ. അപ്പോൾ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് നോൺ സീറോ എത്രയാണ്? 2 ആണ്. റാങ്ക് ഓഫ് എ 2 ആണ്. അപ്പം നമ്മൾ എ ഓഗ്മെൻറ്റ് ബിയും കൂടെ മാട്രിക്സ് ഹോൾ മാട്രിക്സ് ആണ് എ ഓഗ്മെൻറ്റ് ബി. അപ്പോൾ അതിൻ്റെ റാങ്ക് നോക്കിക്കഴിഞ്ഞാലോ 1 2 3 3 നോൺ സീറോ റോസ് ഉണ്ട്. അപ്പോൾ റാങ്ക് ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഓഗ്മെൻറ്റ് ബി അല്ലേ? 2ഉം 3ഉം സെയിം അല്ലല്ലോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ഇൻകൺസിസ്റ്റൻറ്റ് സിസ്റ്റമാണ്. ഈ 3 ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഇൻകൺസിസ്റ്റൻ്റ് ആണ്, ഇവർക്ക് സൊല്യൂഷനേ ഇല്ല. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു മാട്രിക്സ് വെച്ച് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി ഈ ഒരു ഇത്രയും ഓപ്പറേഷൻസ് കമ്പ്യൂട്ടറിന് വലിയ പാടൊന്നുമില്ല. നമ്മളിതിങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ, നമ്മൾ ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ കമ്പ്യൂട്ടറിന്. പക്ഷേ നമ്മൾ 3 ഇക്വേഷൻ വെച്ച് നമ്മൾ മാനുവലി ഇക്വേഷനൊക്കെ ഈക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് ആദ്യം ഈ 2 ഇക്വേഷൻ എടുത്ത് അതിനൊരു വാല്യൂ വേറൊരു ഇക്വേഷൻ കിട്ടി. ആ ഇക്വേഷൻ എടുത്ത് നമ്മൾ ഈ വൈക്കോ എക്സിനോ സെഡിനോ സബ്സ്റ്റിറ്റ്യൂട്ടൊക്കെ ചെയ്തെടുക്കുന്നതിനേക്കാളും സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് നമുക്ക് ഈ ഇക്വേഷന് സൊല്യൂഷൻ ഇല്ല എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് ഇനിയുള്ള പ്രോബ്ലംസ് ഇതിനെ ഈ കൺസെപ്റ്റിനെ ബേസ് ചെയ്തായിരിക്കും. അതായത് എ എക്സ് ഈക്വൽ ടു ബി, അതേപോലെ എ ഓഗ്മെൻറ്റഡ് മാട്രിക്സിൽ നിന്ന് അവരുടെ രണ്ടുപേരും റാങ്ക് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ രണ്ടിൻ്റെ ഒരുമിച്ചാണ് കിട്ടുന്നത്. അതായത് ഓഗ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ ഡാഷ്ഡ് ലൈൻസിന് ഇപ്പുറത്ത് കിടക്കുന്നതെല്ലാം, ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതെല്ലാം എന്താണ്? എയുടെ എലമെൻറ്റ്സ് ആണ്. അതായത് മൊത്തത്തിൽ എടുക്കുമ്പോൾ എ ഗിവൺ ബി, അതായത് ഓഗ്മെൻറ്റഡ് മാട്രിക്സ് ആണ് കിട്ടുന്നത്. മൊത്തത്തിൽ എടുക്കുമ്പോൾ നമുക്ക് ഓഗ്മെൻറ്റഡ് മാട്രിക്സിൻ്റെ റാങ്കും ഈ ഡാഷ്ഡ് ലൈനിന് ലെഫ്റ്റ് കിടക്കുന്നത് എയുടെ റാങ്കും കിട്ടും. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് സൊല്യൂഷൻ ഉണ്ടോ അല്ലെങ്കിൽ സൊല്യൂഷൻ ഇല്ല എന്ന് നമുക്ക് കൺസിസ്റ്റൻ്റ് ആണോ ഇൻകൺസിസ്റ്റൻ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും.